നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കേരള വനിതാ കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ പട്ടികവർഗ മേഖലയിലെ വനിതകൾക്കായി ശില്പശാല സംഘടിപ്പിച്ചു. വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻ മത്തായി ഉദ്ഘാടനം ചെയ്തു. CPM DYFI സമരാഭാസം കുമാരമംഗലത്ത് വേണ്ടെന്ന് DCC പ്രസിഡന്റ് CP മാത്യു. UDF കുമാരമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വം നടത്തിയ പ്രതിഷേധ പ്രകടനവും യോഗവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേവികുളം, ഉടുമ്പൻചോല താലൂക്കുകളിലെ ആളുകൾക്ക് സർക്കാർ സംവിധാനത്തിലുള്ള ഹൃദയ ചികിത്സയ്ക്കുള്ള സൗകര്യം ഹൈറേഞ്ചിൽ ഇപ്പോഴും അന്യം. വയോധികയുടെ കാലിലൂടെ ബസ് കയറിയിറങ്ങി ഗുരുതരമായി പരിക്കേറ്റു. വണ്ണപ്പുറത്താണ് സംഭവം. നാഗപ്പുഴ വെമ്പിള്ളി ആയുർവേദ ആശുപത്രി കായിക താരങ്ങൾക്കായി ഏർപ്പെടുത്തിയ സ്കോളർഷിപ്പ് വെങ്ങല്ലൂർ സോക്കർ സ്കൂളിലെ 4 കുട്ടികൾക്ക് വിതരണം ചെയ്തു. ഒളിമ്പ്യൻ ഷൈനി വിൽസൺ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. പട്ടികവർഗ മേഖലയിലെ സർക്കാർ പദ്ധതികൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തണമെന്ന് വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻ മത്തായി പറഞ്ഞു. കേരള വനിതാ കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ പട്ടികവർഗ മേഖലയിലെ വനിതകൾക്കായി അടിമാലിയിൽ നടത്തിയ ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എലിസബത്ത് മാമൻ മത്തായി. അടിമാലി ഗ്രാമപഞ്ചായത്ത് ടൗൺ ഹാളിൽ നടത്തിയ യോഗത്തിൽ വാർഡ് മെമ്പർ MS ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പട്ടികവർഗ മേഖലയിൽ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തണമെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻ മത്തായി. കേരള വനിതാ കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ പട്ടികവർഗ മേഖലയിലെ വനിതകൾക്കായി അടിമാലിയിൽ നടത്തിയ ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വനിതാ കമ്മീഷൻ അംഗം. പട്ടികവർഗ മേഖലയിൽ അടിമാലിയിൽ ഉള്ള വനിതകൾ പ്രത്യേകം സന്ദർശിക്കുന്നില്ല എന്ന് പറയുന്നില്ല. അവരെ എല്ലാവരും സന്ദർശിക്കാൻ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ വിഷയങ്ങൾ, പ്രയാസങ്ങൾ ഒക്കെ മനസ്സിലാക്കാനാണ് ഇത്. 1 മാസം മുമ്പ് ഈ പരിപാടി അന്നാണ് നമ്മുടെ സഖാവ് PS അച്യുതാനന്ദൻ കാലത്തേക്ക് മറ്റുപോയി. അതിനെ തുടർന്ന് ഈ പരിപാടി മാറ്റിവെക്കേണ്ടിവന്നു. എന്നാൽ അതിനുശേഷം ഈ പരിപാടി മുടങ്ങരുതെന്നുള്ള തീക്ഷ്ണതയോടെ കേരള വനിതാ കമ്മീഷൻ വീണ്ടും ഈ പരിപാടി അടുത്ത ഡേറ്റ് ഫിക്സ് ചെയ്ത് നിങ്ങളെ ഓരോരുത്തരെയും ഇവിടുത്തെ ആളുകൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ടിട്ട് ഇന്ന് ഇവിടെ വിളിച്ചുകൊണ്ടിരിക്കും. ബുധനാഴ്ച അടിമാലിയിലെ പട്ടികവർഗ മേഖലകളിൽ വനിതാ കമ്മീഷൻ പരിശോധന നടത്തിയിരുന്നു. അടിമാലി ഗ്രാമപഞ്ചായത്ത് ടൗൺ ഹാളിൽ നടത്തിയ പരിപാടിയിൽ വാർഡ് മെമ്പർ MS ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഇടുക്കി ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ ആനിമ ഫ്രാൻസിസ്, ദേവികുളം ജനമൈത്രി എക്സൈസ് സ്ക്വാഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സുനീഷ് കുമാർ KB എന്നിവർ ക്ലാസ് നയിച്ചു. വനിതാ കമ്മീഷൻ റിസർച്ച് ഓഫീസർ AR അർച്ചന, അടിമാലി ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ മനു മുരളി, ട്രൈബൽ പ്രൊമോട്ടേഴ്സ്, വനിതകൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. CPM DYFI സമരാഭാസം കുമാരമംഗലത്ത് വേണ്ടെന്ന് DCC പ്രസിഡന്റ് CP മാത്യു. കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഓഫീസിൽ അതിക്രമിച്ചു കയറി കസേരയിൽ വാഴവെച്ച CPM DYFI സമരത്തിനെതിരെ UDF കുമാരമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരുമ്പളിച്ചറിൽ നടത്തിയ പ്രതിഷേധ പ്രകടനവും യോഗവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു CP മാത്യു. യോഗത്തിൽ UDF മണ്ഡലം ചെയർമാൻ സുലൈമാൻ വെട്ടിക്കൽ അധ്യക്ഷത വഹിച്ചു. CPM DYFI സമരാഭാസം കുമാരമംഗലത്ത് വേണ്ടെന്ന് DCC പ്രസിഡന്റ് CP മാത്യു. കല്ലൂർക്കാട് പഞ്ചായത്തിലെ കലൂരിൽ പേപ്പട്ടി ഇറങ്ങി 3 പേരെ കടിച്ചതിന്റെ പേരിൽ കുമാരമംഗലം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഓഫീസിൽ അതിക്രമിച്ചു കയറി വനിതാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കസേരയിൽ വാഴവെച്ച CPM DYFI സമര പേക്കൂത്തിനെതിരെ UDF കുമാരമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരുമ്പള്ളിച്ചെറിയിൽ നടത്തിയ പ്രതിഷേധ പ്രകടനവും യോഗവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യോഗത്തിൽ UDF മണ്ഡലം ചെയർമാൻ സുലൈമാൻ വെട്ടിക്കൽ അധ്യക്ഷത വഹിച്ചു. കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ MJ ജേക്കബ്, മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി KS UDF നിയോജക മണ്ഡലം കൺവീനർ NI ബെന്നി, മുൻ DCC ജനറൽ സെക്രട്ടറി KV സിദ്ധാർത്ഥൻ, മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജാഫർ ഖാൻ മുഹമ്മദ്, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി റഹീം പഴേരി, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ മാത്യു, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി തോമസ്, വൈസ് പ്രസിഡന്റ് സിബിൻ വർഗീസ്, പഞ്ചായത്ത് മെമ്പർമാരായ സജി ചെമ്പകശ്ശേരി, സാജൻ ചിമ്മിണിക്കാട്ട്, ഷെമീന നാസർ, ലൈല കരീം, കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KV ജോസ്, അജാസ് പുത്തൻപുര തുടങ്ങിയവർ സംസാരിച്ചു. UDF
ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വർഷം ഇത്ര പിന്നിട്ടിട്ടും ജനവാസം വർദ്ധിച്ചിട്ടും ദേവികുളം, ഉടുമ്പൻചോല താലൂക്കുകളിലെ ആളുകൾക്ക് സർക്കാർ സംവിധാനത്തിലുള്ള ഹൃദയ ചികിത്സയ്ക്കുള്ള സൗകര്യം ഹൈറേഞ്ചിൽ ഇപ്പോഴും അന്യം. ഏറ്റവും അടിയന്തര സാഹചര്യങ്ങളിൽ പോലും സാധാരണക്കാർക്ക് ഹൃദയ ചികിത്സ ലഭ്യമാകണമെങ്കിൽ കിലോമീറ്ററുകൾ ഏറെ സഞ്ചരിക്കണം. യാത്രയ്ക്കായി മണിക്കൂറുകൾ ഏറെ താണ്ടണം. യാത്രയ്ക്കിടയിൽ ഹൃദയമിടിപ്പ് നിലച്ചു പോകുന്നവരുമുണ്ട്. ദിവസവും ഹൈറേഞ്ചിൽ നിന്നും മലയിറങ്ങി അയൽ ജില്ലകളിൽ ഹൃദയ ചികിത്സ തേടുന്നവർ നിരവധിയാണ്. ഹൈറേഞ്ച് മേഖല കേന്ദ്രീകരിച്ച് ഏറ്റവും ഫലവത്തായ രീതിയിൽ സർക്കാർ സംവിധാനത്തിൽ ഹൃദയ ചികിത്സയ്ക്ക് സൗകര്യമൊരുക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ദേവികുളം, ഉടുമ്പൻചോല താലൂക്കുകളിലെ ആളുകൾക്ക് മെച്ചപ്പെട്ട നിലയിൽ ഹൃദയ ചികിത്സ ലഭ്യമാകണമെങ്കിൽ കോട്ടയം, എറണാകുളം അടക്കമുള്ള അയൽ ജില്ലകളെ ആശ്രയിക്കേണ്ടുന്ന ഗതികേടിലൂടെയാണ് കടന്നുപോകുന്നത്. വട്ടവടയും, മറയൂരും, ഇടമലക്കുടിയും, മൂന്നാറും അടങ്ങുന്ന ഇടങ്ങളിൽ നിന്നും ആളുകൾക്ക് രോഗികളുമായി അടിമാലിയിൽ എത്തണമെങ്കിൽ തന്നെ 30 മുതൽ 100 കിലോമീറ്റർ വരെ സഞ്ചരിക്കണം. അടിമാലിയിൽ നിന്നും അയൽ ജില്ലകളിൽ എത്തണമെങ്കിൽ പിന്നെയും സഞ്ചരിക്കണം 100 കിലോമീറ്ററിന് മുകളിൽ. കാന്തല്ലൂർ, വട്ടവട, മറയൂർ, അതുപോലെ മൂന്നാർ, പിന്നെ ഇടമലക്കുടി ട്രൈബ് മേഖല, ഇവിടെ നിന്നുള്ള ആളുകളെല്ലാം ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് കോട്ടയം മെഡിക്കൽ കോളേജ് വരെ യാത്ര ചെയ്ത് എത്തിയാൽ മാത്രമേ അവർക്ക് ചികിത്സ ലഭ്യമാവുകയുള്ളൂ. ഇടുക്കി ജില്ലയിൽ ഈ പറയുന്ന മേഖലകളിൽ നിന്നും മറ്റ് അസുഖങ്ങൾക്ക് ആശ്രയിക്കുന്നത് അടിമാലി താലൂക്ക് ഹോസ്പിറ്റലിലാണ്. ഇവിടെ അത്യാവശ്യമായിട്ടൊരു കാർഡിയോളജി വിഭാഗം തന്നെ വളരെ അത്യാവശ്യമാണ്. കാരണം ഈ പറയുന്ന ദൂരമുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് കോട്ടയം വരെ യാത്ര ചെയ്യുമ്പോൾ മിക്കവർക്കും അത് വലിയ അപകടങ്ങളിലേക്കാണ് എത്തുന്നത്. ചിലർ വഴിയിൽ തന്നെ അവർ മരണപ്പെട്ടു പോകാറുണ്ട്. അതുകൊണ്ട് സർക്കാർ, പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പ് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ അടിമാലി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കാർഡിയോളജി വിഭാഗത്തിൻ്റെ ഒരു വിഭാഗം തുറക്കുകയും അതിൻ്റെ സ്പെഷ്യലിസ്റ്റുകളായ ഡോക്ടർമാരെ നിയമിക്കണം. അത് ജില്ലയുടെ പാവപ്പെട്ട ആളുകൾ ആശ്രയിക്കുന്ന ഈ താലൂക്കിൽ തന്നെ തുടങ്ങണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ സാഹചര്യത്തിലാണ് ഹൈറേഞ്ച് മേഖലയിൽ തന്നെ കാർഡിയോളജി ചികിത്സയ്ക്കുള്ള സൗകര്യമൊരുക്കണമെന്ന ആവശ്യത്തിന് ശക്തിയാർജിക്കുന്നത്. ഹൃദയ സംബന്ധമായ അസ്വസ്ഥത അനുഭവപ്പെടുന്ന ഒരു രോഗിക്ക് ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചികിത്സ ലഭ്യമാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. എന്നാൽ ഹൈറേഞ്ചുകാർക്ക് അതിനായി മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ടി വരുന്നുവെന്നത് രോഗികളുടെ ബന്ധുമിത്രാദികൾക്കുണ്ടാക്കുന്ന മാനസിക സമ്മർദ്ദം ചെറുതല്ല. ജീവൻ കയ്യിൽ പിടിച്ചുള്ള യാത്രയ്ക്കിടയിൽ ഹൃദയമിടിപ്പ് നിലച്ചു പോകുന്നവരുണ്ട്. ദിവസവും ഹൈറേഞ്ചിൽ നിന്ന് മലയിറങ്ങി അയൽ ജില്ലകളിൽ ഹൃദയ ചികിത്സ തേടുന്നവർ നിരവധിയാണ്. ഹൃദയ ചികിത്സ തേടിയുള്ള യാത്രയ്ക്കായി വേണ്ടുന്ന സമയത്തിനും ദൂരത്തിനുമൊപ്പം സാധാരണക്കാർ കണ്ടെത്തേണ്ടി വരുന്ന അധിക സാമ്പത്തിക ചിലവും ഹൈറേഞ്ച് മേഖലയിൽ ക്രമീകരിക്കേണ്ടുന്ന ഹൃദയ ചികിത്സയുടെ ആവശ്യകത വർദ്ധിപ്പിക്കുന്നു. അമേരിക്കയുടെ പ്രതികാര ചുങ്കത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് KSKS, TUCI സംഘടനകൾ സംയുക്തമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കോലം കത്തിച്ചു. KSKS ജില്ലാ കൺവീനർ സച്ചിൻ കെ ടോമി ഉദ്ഘാടനം ചെയ്തു. TUCI ജില്ലാ സെക്രട്ടറി KS സദാശിവൻ അധ്യക്ഷത വഹിച്ചു. നിരവധി ആളുകൾ പങ്കെടുത്തു. ഓഗസ്റ്റ് 7 മുതൽ അമേരിക്ക ഇന്ത്യക്ക് മേൽ ഏർപ്പെടുത്തിയിട്ടുള്ള പ്രതികാര ചുങ്കം സാമ്രാജ്യത്വത്തിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കപ്പെട്ട ആഗോളവൽക്കരണ നയങ്ങൾ പരാജയപ്പെട്ടുവെന്ന കുറ്റസമ്മതമാണെന്നും ഇന്ത്യൻ പരമാധികാരത്തിന് നഗ്നമായ ഈ കടന്നുകയറ്റത്തെ ചെറുക്കാൻ തെരുവിലിറങ്ങണമെന്നും KSKS ജില്ലാ കൺവീനർ സച്ചിൻ കെ ടോമി പറഞ്ഞു. തൊടുപുഴ ടൗൺ ഹാൾ പരിസരത്ത് KSKS, TUCI സംഘടനകൾ സംയുക്തമായി സംഘടിപ്പിച്ച ട്രംപിന്റെ കോലം കത്തിച്ചുള്ള പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അമേരിക്കൻ സാമ്രാജ്യത്വം ഇന്ത്യയുടെ പരമാധികാരത്തിന് മേലും ഇന്ത്യൻ കർഷക ജനതയ്ക്ക് മേലും നേരിട്ട് നടത്തിയിരിക്കുന്ന യുദ്ധപ്രഖ്യാപനത്തിന് നമ്മൾ തെരുവിലിറങ്ങി മറുപടി പറയണം എന്ന ആഹ്വാനവുമായിട്ടാണ്. ഇത് ഏതെങ്കിലും ഒരു രാജ്യം അവരുടെ രാജ്യത്തേക്കുള്ള കയറ്റിറക്കുമതിയെ കുറിച്ച് സ്വന്തമായി തീരുമാനമെടുക്കുന്നതും അതിനുള്ള അവരുടെ അധികാരവും അവകാശവും പ്രയോഗിക്കുന്നതിൻ്റെയും മാത്രമായിട്ടുള്ള ഒരു കേവല തങ്ങളുടെ അധികാരത്തിന്റെ ഒരു പ്രയോഗം മാത്രമായി കാണുവാൻ സാധിക്കുന്ന ഒന്നല്ല. കാരണം ഇത് വെറുതെ അമേരിക്കൻ രാജ്യത്തേക്ക് എന്തൊക്കെ ചെയ്യണമെന്ന് ട്രംപിന് തീരുമാനിക്കാം. ആ രാജ്യത്തിന്റെ പ്രസിഡന്റ് അദ്ദേഹമാണല്ലോ. അതിലെന്താണ് തെറ്റ് എന്ന് ചിന്തിക്കുന്ന പോലെ ലളിതമല്ല കാര്യങ്ങൾ. ഇത് വളരെ ദീർഘമായ കാലഘട്ടത്തിലൂടെ അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന
അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമ്മർദ്ദ തന്ത്രം അമേരിക്കയുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കും അമേരിക്കൻ കൂട്ടാളിയുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കും അനുസൃതമായി എല്ലാ ഏഷ്യൻ, വെസ്റ്റ് ഏഷ്യൻ, ഈസ്റ്റ് ഏഷ്യൻ, മറ്റ് മൂന്നാം ലോക രാജ്യങ്ങളെല്ലാം തന്നെ, ഗ്ലോബൽ സൗത്ത് എന്ന് നമ്മൾ വിളിക്കുന്ന മൂന്നാം ലോക രാജ്യങ്ങളെല്ലാം തന്നെ തങ്ങളുടെ കാൽക്കീഴിൽ തങ്ങളുടെ അജണ്ടകൾക്കനുസരിച്ച് പ്രവർത്തിക്കണം എന്ന വാശിയുടെ കൺമുന്നിൽ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ ശക്തി ചോർന്നു പോയിക്കൊണ്ടിരിക്കുന്ന, ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന, നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ചരിത്രപരമായിട്ടുള്ള ഒരു അന്ത്യമാണ്, ഒരു സാമ്രാജ്യത്വത്തിന്റെ അന്ത്യമാണ്. ആ അന്ത്യത്തിന്റെ കാലഘട്ടത്തിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയുടെ അവസ്ഥയിൽ അമേരിക്കൻ ജനത വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സമയം കൂടിയാണ്. ആ സമയത്ത് ആ പ്രതിസന്ധിയുടെ ഭാരം ഇന്ത്യയുടെയും ഇന്ത്യൻ തൊഴിലാളി വർഗത്തിന്റെയും കർഷക വർഗത്തിന്റെയും അധ്വാന വർഗത്തിന്റെയും തലയിൽ കെട്ടിവെച്ചുകൊണ്ട് രക്ഷപ്പെടുവാനുള്ള ഒരു സാമ്രാജ്യത്വ തന്ത്രമാണിത്. കെ എ സദാശിവൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ മാർക്സിസ്റ്റ് ലെനിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ജില്ലാ സെക്രട്ടറി ബാബു മഞ്ഞളൂർ അഭിവാദ്യം അർപ്പിച്ച് സംസാരിച്ചു. ജോർജ് തണ്ടിൽ സ്വാഗതവും പി ജെ തോമസ് നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വയോധികയുടെ കാലിലൂടെ ബസ് കയറിയിറങ്ങി ഗുരുതരമായി പരിക്കേറ്റു. വണ്ണപ്പുറം അമ്പലപ്പടി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി വന്ന ബസ്സാണ് വയോധികയുടെ കാലിലൂടെ കയറിയിറങ്ങിയത്. വ്യാഴാഴ്ച രാവിലെ 9-നാണ് അപകടം നടന്നത്. വണ്ണപ്പുറം അമ്പലപ്പടി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി വന്ന ബസ് വയോധികയുടെ കാലിലൂടെ കയറിയിറങ്ങി ഗുരുതരമായി പരിക്കേറ്റു. വണ്ണപ്പുറം ഒറഗണ്ണി ചെറ്റയിൽ ലീലയ്ക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഇവരുടെ തുടയെല്ല് തകർന്നു. വ്യാഴാഴ്ച രാവിലെ 9-നാണ് അപകടം നടന്നത്. അമ്പലപ്പടിയിലുള്ള ബസ് സ്റ്റാൻഡിൽ നിന്ന് തൊടുപുഴയ്ക്ക് പോകുന്ന എയിംസ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസ് അമ്പലപ്പടി സ്റ്റാൻഡിൽ നിന്ന് തൊടുപുഴ മൂവാറ്റുപുഴ റോഡിലേക്ക് പ്രവേശിക്കുന്നിടത്താണ് അപകടമുണ്ടായത്. സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി വന്ന ബസ് വിദ്യാർത്ഥികളെ കയറ്റി മുന്നോട്ടെടുക്കുന്നതിനിടയിൽ ബസിന്റെ മുൻവശത്തുകൂടി വയോധിക എതിർവശത്തെ കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങി റോഡ് മുറിച്ച് കടക്കുകയായിരുന്നു. ഈ സമയം ബസ് വിദ്യാർത്ഥികളെ കയറിയതിനു ശേഷം മുന്നോട്ടെടുത്തു. മറിഞ്ഞു വീണ ഇവരുടെ തുടയിൽ കൂടി ബസ് കയറിയിറങ്ങി. നാട്ടുകാരുടെയും പോലീസിന്റെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തി കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. പയ്യങ്ങ് ഇറങ്ങി വരികയായിരുന്നു. എന്നാൽ ആ ഇങ്ങോട്ട് കടന്നു വണ്ടിക്കാർ കണ്ടില്ല. തട്ട് വീഴ്ചു. കാലിൻ്റെ ഈ ഭാഗത്തോടെ കയറ് കയറിയത്. നാഗപ്പുഴ വെമ്പിള്ളി ആയുർവേദ ആശുപത്രി കായിക താരങ്ങൾക്കായി ഏർപ്പെടുത്തിയ സ്കോളർഷിപ്പ് വെങ്ങല്ലൂർ സോക്കർ സ്കൂളിലെ 4 കുട്ടികൾക്ക് വിതരണം ചെയ്തു. തൊടുപുഴയിലുള്ള ഇടുക്കി പ്രസ് ക്ലബിൽ നടന്ന യോഗം ഒളിമ്പ്യൻ ഷൈനി വിൽസൺ ഉദ്ഘാടനം ചെയ്തു. സ്കോളർഷിപ്പ് ഡോക്ടർ മാത്യൂസ് വെമ്പിള്ളി, ഓപ്പറേഷൻസ് മാനേജർ പോൾ മാത്യൂസ് വെമ്പിള്ളി, ഡോക്ടർ മെറിൻ വെമ്പിള്ളി എന്നിവരിൽ നിന്ന് ഷൈനി വിൽസൺ, പി എ സലിംകുട്ടി എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. നാഗപ്പുഴ വെമ്പിള്ളി ആയുർവേദ ആശുപത്രി കായിക താരങ്ങൾക്കായി ഏർപ്പെടുത്തിയ സ്കോളർഷിപ്പ് വെങ്ങല്ലൂർ സോക്കർ സ്കൂളിലെ 4 കുട്ടികൾക്ക് വിതരണം ചെയ്തു. ഇടുക്കി പ്രസ് ക്ലബിൽ നടന്ന പരിപാടി ഒളിമ്പ്യൻ പത്മശ്രീ ഷൈനി വിൽസൺ ഉദ്ഘാടനം ചെയ്തു. എല്ലാ കുട്ടികളോട് ഞാൻ പറയാനുള്ളത് നന്നായിട്ട് സ്പോർട്സ് ചെയ്യുക. ഇപ്പോൾ ഉള്ള കുട്ടികളൊക്കെ കൂടുതൽ മൊബൈലും അതുപോലെ എന്താ പറയുന്ന ടിവിയും ഫുൾ ടൈമൊക്കെ കണ്ട് അതൊന്നും കുറച്ചെല്ലാം കണ്ടിട്ട് നന്നായിട്ട് ഹാർഡ് വർക്ക്. നിങ്ങൾക്ക് നല്ല കോച്ചസ് ഉണ്ട്, നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുക. സ്പോർട്സ് ചുമ്മാ ഈസി അല്ല. അപ്പം വർഷം ഫുള്ളും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. നിങ്ങൾ നല്ല രീതിയിൽ നല്ല കുഞ്ഞുങ്ങളായിട്ട് വളരണം. സ്കോളർഷിപ്പ് ഡോക്ടർ മാത്യൂസ് വെമ്പിള്ളി, ഓപ്പറേഷൻസ് മാനേജർ പോൾ മാത്യൂസ് വെമ്പിള്ളി, ഡോക്ടർ മെറിൻ വെമ്പിള്ളി എന്നിവരിൽ നിന്ന് ഷൈനി വിൽസൺ, പി എ സലിംകുട്ടി എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. അർജുന അവാർഡ് ജേതാവ് വിൽസൺ ചെറിയാൻ, തൊടുപുഴ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസി ആന്റണി, ഇടുക്കി ജില്ലാ ആയുർവേദ ഹോസ്പിറ്റൽ CMO ഡോക്ടർ ഷീജ, സന്തോഷ് ട്രോഫി താരം പി എ സലിംകുട്ടി, ഡോക്ടർ അനുപ്രിയ, ഡോക്ടർ അജീഷ് ടി അലസ്, നിഷ കെ ജോയ്, KM അഭിജിത്ത് എന്നിവർ സംസാരിച്ചു. ഇതിലുപരിയായി നമ്മളൊക്കെ പാചകത്തിൽ തീർക്കാനേ ഉള്ളൂ സേവനമൊക്കെ. ഇന്ന് ഇവിടെ 4 കുട്ടികൾക്ക് കാര്യമായ ഒരു സ്കോളർഷിപ്പ് ഏർപ്പെടുത്തുന്നുണ്ട്. അതിനുള്ള സംഭാവന, അതിനുള്ള എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഡോക്ടർ മാത്യൂസാണ്. അത് ചെറിയ തുകയൊന്നുമല്ല. 2 വർഷത്തേക്കാണ് 4 കുട്ടികളെ അദ്ദേഹം ഏറ്റെടുത്ത് അവർക്ക് വേണ്ട പ്രോത്സാഹനം കൊടുക്കുന്നത്. അപ്പോൾ ഈ കുട്ടികളെ കണ്ടുപിടിക്കാൻ സലിംകുട്ടി താല്പര്യമെടുക്കുമ്പോൾ ആ ഏറ്റവും മിടുക്കരായിട്ടുള്ള 4 പേർക്ക് ആവശ്യമായിട്ടുള്ള പ്രോത്സാഹനവും പ്രചോദനവും ഒക്കെയായി നിന്ന് അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ സാമ്പത്തിക സഹായം ചെയ്യുന്ന
ഡോക്ടർ മാത്യൂസ് വെമ്പള്ളിയെ പ്രത്യേകമായി ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. പ്രോബ്ലം ഓറിയന്റഡായിട്ട് വർക്കൗട്ടായ ആധാറുണ്ട്. നമുക്ക് മുമ്പിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ ചെറുകുട്ടി ഇങ്ങനെ ഒരു സത്യസന്ധമായ ഒരു കാര്യം അവതരിച്ചപ്പോൾ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അറിയുന്ന ഒരാളെന്നുള്ള നിലയിൽ എല്ലാം കഴിയുന്ന ചെറിയൊരു സഹായം ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ ഭാഗമായിട്ട് ചെയ്യാൻ വളരെ സന്തോഷമുണ്ട്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മാറി നിന്ന മഴ വീണ്ടും ശക്തിയാർജിച്ചതും സഞ്ചാരികളുടെ തിരക്കേറുന്നതോടെ ഗതാഗതക്കുരുക്ക് മുറുകുന്നതും ഓണക്കാലത്ത് മൂന്നാറിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് തിരിച്ചടിയാകുമോ എന്ന് ആശങ്ക. കഴിഞ്ഞ 2 മാസക്കാലമായി മൂന്നാറിൽ വലിയ തോതിൽ സഞ്ചാരികളുടെ തിരക്ക് അനുഭവപ്പെടുന്നില്ല. വരാൻ പോകുന്ന ഓണാവധിയിലാണ് വിനോദസഞ്ചാര മേഖലയുടെ പ്രതീക്ഷ. തിരക്കേറുമ്പോൾ ഗതാഗതക്കുരുക്ക് ഉണ്ടാകാതിരിക്കാനുള്ള ഇടപെടൽ വേണമെന്ന ആവശ്യം ശക്തമാണ്. കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി മഴ മാറി നിൽക്കുന്ന സാഹചര്യമായിരുന്നു മൂന്നാർ ഉൾപ്പെടെ ഹൈറേഞ്ച് മേഖലയിൽ ആകെ ഉണ്ടായിരുന്നത്. എന്നാൽ വീണ്ടും മഴ ശക്തിയാർജിച്ചിട്ടുള്ളത് ഓണക്കാലത്ത് വിനോദസഞ്ചാര മേഖലയ്ക്കും ഒപ്പം വ്യാപാര മേഖലയ്ക്കും തിരിച്ചടിയാകുമോ എന്ന ആശങ്ക ഉയരുന്നുണ്ട്. സഞ്ചാരികളുടെ തിരക്കേറുന്നതോടെ മൂന്നാറിലുണ്ടാകുന്ന ഗതാഗത കുരുക്കിനെയും വിനോദസഞ്ചാര മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. മധ്യവേനൽ അവധിക്ക് ശേഷം മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും വിനോദസഞ്ചാരികളുടെ തിരക്ക് കുറഞ്ഞിരുന്നു. സഞ്ചാരികൾ വന്നു പോകുന്നുവെങ്കിലും കഴിഞ്ഞ 2 മാസക്കാലമായി വിനോദസഞ്ചാര മേഖലയ്ക്ക് വലിയ ഉണർവില്ല. വരാൻ പോകുന്ന ഓണാവധിയിലാണ് വിനോദസഞ്ചാര മേഖലയുടെയും ഒപ്പം വ്യാപാര മേഖലയുടെയും പ്രതീക്ഷ. ഓണാവധി ആഘോഷങ്ങൾക്കായുള്ള ബുക്കിംഗ് ഹോം സ്റ്റേകളിലും റിസോർട്ടുകളിലുമൊക്കെ പുരോഗമിക്കുന്നുണ്ട്. എന്നാൽ കാലാവസ്ഥ പ്രതികൂലമാകുകയും നേര്യമംഗലം മുതൽ ഗതാഗതക്കുരുക്ക് രൂപം കൊള്ളുകയും ചെയ്താൽ സഞ്ചാരികൾ അവധിക്കാലം ആഘോഷിക്കുവാൻ മറ്റിടങ്ങൾ തിരഞ്ഞെടുക്കുവാൻ സാധ്യത കൂടുതലുണ്ടെന്ന് വിനോദസഞ്ചാര മേഖലയിൽ പ്രവർത്തിക്കുന്നവർ വിലയിരുത്തുന്നു. മൂന്നാർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഗതാഗത കുരുക്ക് മൂലം നാട്ടുകാർക്കും വിദേശികൾക്കും സ്വദേശികൾക്കും നടക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. അമിതമായ ട്രാഫിക്ക്, അതോടൊപ്പം തന്നെ വഴിവിട്ട പാർക്കിങ്ങുകൾ, റോഡ് സൈഡിൽ അനാവശ്യമായി നിർത്തിയിരിക്കുന്ന വാഹനങ്ങൾ, ആളുകൾക്ക് നടക്കാൻ പോലും കഴിയാത്ത തരത്തിൽ ഫുട്പാത്തുകൾ കേന്ദ്രീകരിച്ചുള്ള കച്ചവടങ്ങൾ, അങ്ങനെ മൂന്നാറിനെ പുറകോട്ടടിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. വലിയൊരു പ്രതീക്ഷയോടെയാണ് ഓണ സീസൺ മൂന്നാറിലെ ടൂറിസം മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ട്രാഫിക്കും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ ഒരു രീതിയിലും മൂന്നാറിന് ശാശ്വതമായ ഒരു ടൂറിസം വളർച്ച ഉണ്ടാകില്ല എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇതിന് ഗൗരവമായി കണ്ടുകൊണ്ട് മന്ത്രിയുടെ ശ്രദ്ധയിൽ ഇത് പെടുത്തുകയും ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുകയാണ് വേണ്ടത്. ഒപ്പം തന്നെ മുൻകാലങ്ങളിൽ പ്രഖ്യാപിച്ച ബൈപ്പാസ് ഉൾപ്പെടെ അല്ലെങ്കിൽ ഫ്ലൈ ഓവർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് വരുത്തി മൂന്നാറിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ മൂന്നാറിൻ്റെ ടൂറിസം എന്നേക്കുമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുമെന്നാണ് ഈ അവസരത്തിൽ. ഇത് മുമ്പിൽ കണ്ട സഞ്ചാരികളുടെ തിരക്കേറുമ്പോൾ ഗതാഗതക്കുരുക്കുണ്ടാകാതിരിക്കാനുള്ള ഇടപെടൽ ബന്ധപ്പെട്ട വകുപ്പുകൾ നടത്തുകയും ഇക്കാര്യത്തിൽ വിവിധ വകുപ്പുകളുടെ മുന്നൊരുക്കവും ഏകോപനവും ഉണ്ടാകണമെന്നുമാണ് വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുയരുന്ന ആവശ്യം. ലോകോത്തര ലൈഫ് സ്റ്റൈൽ ബ്രാൻഡായ മിനിസോ തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു. ട്രെൻഡി ഹൈ ക്വാളിറ്റി ഉൽപ്പന്നങ്ങളുടെ നീണ്ട നിരയാണ് മിനിസോയിൽ ഒരുക്കിയിരിക്കുന്നത്. തൊടുപുഴ മൂവാറ്റുപുഴ റോഡിൽ മർച്ചന്റ്സ് ട്രസ്റ്റ് ഹാളിന് എതിർവശത്തായാണ് മിനിസോ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ക്വാളിറ്റിയിൽ കുറവ് വരുത്താതെ ട്രെൻഡിയായ ലൈഫ് സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിച്ച് ലോകമെമ്പാടുമുള്ള ജനമനസ്സിൽ ഇടം നേടിയ മിനിസോ തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു. തൊടുപുഴ മൂവാറ്റുപുഴ റോഡിൽ മർച്ചന്റ്സ് ട്രസ്റ്റ് ഹാളിന് എതിർവശത്തായി പ്രവർത്തനം ആരംഭിച്ച മിനിസോ ഷോറൂമിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ കെ ദീപക് നിർവഹിച്ചു. ആദ്യ വിൽപ്പന മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ടി സി രാജു തരണിയിൽ നിർവഹിച്ചു.
ചടങ്ങിൽ മർച്ചന്റ്സ് അസോസിയേഷൻ സെക്രട്ടറി നവാസ് CK ഉൾപ്പെടെയുള്ള പ്രമുഖ വ്യക്തികൾ സന്നിഹിതരായിരുന്നു. ലോകോത്തര നിലവാരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾ വിലക്കുറവിലാണ് മിനിസോ ഷോറൂമിൽ ലഭ്യമാക്കിയിരിക്കുന്നത്. തൊടുപുഴയുടെ മണ്ണിലേക്ക് മിനിസോ എന്നൊരു ഇന്റർനാഷണൽ ലൈഫ് സ്റ്റൈൽ ബ്രാൻഡുമായിട്ട് ഞങ്ങളിതാ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. നമ്മൾ 21 ഓഗസ്റ്റ് 2025 മുതൽ തൊടുപുഴ ഷാപ്പുപടി മർച്ചന്റ്സ് ട്രസ്റ്റ് ഹാളിന്റെ എതിർവശം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങൾക്ക് തൊടുപുഴ ഇന്ന് വരെ കാണാത്ത തരത്തിലുള്ള വളരെ ക്യൂട്ടും എസ്തെറ്റിക്കുമായിട്ടുള്ള പലതരം ലൈഫ് സ്റ്റൈൽ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റും. ഗിഫ്റ്റ് ഐറ്റംസ്, ടോയ്സ്, സ്കിൻ കെയർ പ്രൊഡക്ട്സ്, അങ്ങനെ ഒട്ടുവിധ എല്ലാ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിലേക്ക് വേണ്ട പ്രൊഡക്ട്സും നമ്മുടെ സ്റ്റോറിൽ ലഭ്യമാണ്. അതെല്ലാം തീർച്ചയായിട്ടും മിനിസോ എന്ന ബ്രാൻഡിന്റെ ഇന്റർനാഷണൽ ക്വാളിറ്റിയിലും സ്റ്റാൻഡേർഡ്സിലുമുള്ള ഒരു പ്രൊഡക്ട്സ് ആയിരിക്കും നിങ്ങൾക്ക് ഞങ്ങൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങളുടെ സ്റ്റോറിലേക്ക് കടന്നു വന്ന് ഈ ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസിലേക്ക് നിങ്ങളെ ഞങ്ങൾ എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ്. കോതമംഗലം നഗരസഭയിലെ അങ്കണവാടി ജീവനക്കാരെ ആദരിച്ചു. കലാ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ അധ്യക്ഷത വഹിച്ചു. നിരവധി ആളുകൾ പങ്കെടുത്തു. കോതമംഗലം നഗരസഭയിലെ അംഗൻവാടി ജീവനക്കാരെ ആദരിച്ചു. നഗരസഭയുടെ നേതൃത്വത്തിലാണ് നഗരസഭാ പരിധിയിലെ 31 അംഗൻവാടികളിലെയും വർക്കർമാരെയും ഹെൽപ്പർമാരെയും ആദരിച്ചത്. കലാ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. വ്യത്യസ്തങ്ങളായ ആശയങ്ങൾ ഗവൺമെന്റ് നടപ്പിലാക്കി മുന്നോട്ട് പോകുന്നു. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങളിലൊക്കെ അംഗനവാടി ജീവനക്കാർ എന്നുള്ള നിലയിൽ നിങ്ങൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ളൊരു ആദരവ് തന്നെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പൊതുവേദിയിലൂടെ നൽകുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ ആദരവുകളും അംഗീകാരങ്ങളും ഒക്കെ ലഭിച്ചാലും നാം ജീവിക്കുന്ന പ്രദേശത്ത് നമ്മുടെ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ലഭിക്കുന്ന ചെറിയ ചെറിയ പ്രോത്സാഹനങ്ങളാണ് നമ്മുടെ മനസ്സിന് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നത്. ആ ഒരർത്ഥത്തിൽ ഇവിടെ നഗരസഭ സംഘടിപ്പിച്ചിട്ടുള്ള ഈ ആദരിക്കൽ ചടങ്ങ്
ഏറ്റവും അർത്ഥവത്തായ ഒന്ന് തന്നെയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ലഭിക്കുന്ന ആദരവുകളും പ്രോത്സാഹനങ്ങളും ഒക്കെ നിങ്ങൾ പ്രദാനം ചെയ്യുന്ന മേഖലയ്ക്കകത്ത് കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഇത് ഒരു പ്രേരണയാകട്ടെ, കരുത്ത് പകരട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് എല്ലാ അങ്കണവാടി ജീവനക്കാരെയും പ്രത്യേകമായി ഒരിക്കൽ കൂടി ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ നൌഷാദ്, വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോസ് വർഗീസ്, പൊതുമരാമത്ത് കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിൻസി തങ്കച്ചൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമ്യ വിനോദ്, കൌൺസിലർമാരായ സിജോ വർഗീസ്, എൽദോസ് പോൾ, റോസ്ലി ഷിബു, ഭാനുമതി രാജു, നോബ് മാത്യു, ഷിനു കെ എ, സിന്ധു ജിജോ, ബബിത മത്തായി, ഐസിഡി സൂപ്പർവൈസർ ബിന്ദു വി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ഡീറ്റെയിലിംഗ് കോ കാർ വാഷ് തൊടുപുഴ മങ്ങാട്ടുകോല ബോയ്സ് സ്കൂളിന് സമീപം ഓൾഡ് ന്യൂമാൻ കോളേജ് റോഡിൽ ഓഗസ്റ്റ് 22 വെള്ളിയാഴ്ച പ്രവർത്തനം ആരംഭിക്കും. രാവിലെ 10:30 തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ കെ ദീപക് ഉദ്ഘാടനം നിർവഹിക്കും. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തരണിയിൽ, ജനറൽ സെക്രട്ടറി സി കെ നവാസ്, വാർഡ് കൗൺസിലർ ശ്രീലക്ഷ്മി സുദീപ്, സിനിമാ താരവും മോഡലുമായ മരിയ വിൻസെന്റ് തുടങ്ങിയവർ പങ്കെടുക്കും. ഉദ്ഘാടന വേളയിലും തുടർന്നും ഏവരുടെയും സാന്നിധ്യ സഹകരണം മാനേജ്മെന്റ് അഭ്യർത്ഥിച്ചു. വെള്ളിയാഴ്ച നമ്മുടെ പുതിയ സ്ഥാപനമായ ഡീറ്റെയിലിംഗ് കോഡ് ഉദ്ഘാടനമാണ്. കെ ദീപക് മുനിസിപ്പൽ ചെയർമാൻ ഉദ്ഘാടനം നിർവഹിക്കുന്നു. രാവിലെ 10:30. വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും 2 ദിവസത്തേക്ക് എല്ലാ വർക്കുകൾക്കും 50% ഓഫ്. പിന്നെ കോട്ടിങ്ങുകൾക്ക് എല്ലാ കോട്ടിങ്ങുകൾക്കും 20% ഓഫ്. നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് പ്രീമിയം വാഷിങ്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബൊറോഫൈൻ കോട്ടിംഗ്, സെറാമിക് കോട്ടിംഗ്, അങ്ങനെ വരുന്ന എല്ലാ കോട്ടിങ്ങുകളും ആണ് ഉള്ളത്. ഉദ്ഘാടന വേളയിലും തുടർന്നും എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. നന്ദി. തൊടുപുഴയിൽ വസ്ത്രവ്യാപാര രംഗത്ത് 20 വർഷമായി പ്രവർത്തിക്കുന്ന പോക്കറ്റ്സ് വിപുലീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. ഷോറൂമിന്റെ ഉദ്ഘാടനം പ്രശസ്ത സിനിമാ സീരിയൽ നടി ഡയാന ഹമീദ് നിർവഹിച്ചു. വിവിധ രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കൾ പങ്കെടുത്തു. ഷർട്ട്, ടീഷർട്ട്, ജീൻസ്, പാൻസ് ഉൾപ്പെടെ ആൺകുട്ടികൾക്കും പുരുഷന്മാർക്കും ആവശ്യമായ എല്ലാവിധ വസ്ത്രങ്ങളും ഇവിടെ ലഭ്യമാണ്. തൊടുപുഴയിൽ വസ്ത്രവ്യാപാര രംഗത്ത് 20 വർഷമായി പ്രവർത്തിക്കുന്ന പോക്കറ്റ്സ് വിപുലീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. ഷോറൂമിന്റെ ഉദ്ഘാടനം പ്രശസ്ത സിനിമാ സീരിയൽ നടി ഡയാന ഹമീദ് നിർവഹിച്ചു. ഓണക്കോടികളെല്ലാം അത്യധികം മനോഹരമാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തൊടുപുഴക്കാർക്ക് വേണ്ടി സമർപ്പിക്കപ്പെടുന്ന പോക്കറ്റ്സ് മെഡൽ ബോയ്സിന് എന്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഇത് ഇനിയും ഒരുപാട് ബ്രാഞ്ചുകളിലേക്കും ഷോറൂമുകളിലേക്കും ഒക്കെ വളരട്ടെ എന്ന അവസരത്തിൽ ആശംസിക്കുന്നു. ശ്രീ നജീബ് അവർക്കും കുടുംബത്തിനും എന്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നൽകിയാണ്. മുനിസിപ്പൽ ചെയർമാൻ കെ ദീപക്, മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ജെസ്സി ആന്റണി, മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണിയിൽ, മർച്ചന്റ്സ് അസോസിയേഷൻ സെക്രട്ടറി PK നവാസ്, KTGA ട്രഷറർ അനസ് P അസീസ്, KTGA തൊടുപുഴ മേഖലാ പ്രസിഡന്റ് റോബിയോസ് എന്നിവർ പങ്കെടുത്തു.
എല്ലാവർക്കും ആവശ്യമായ എല്ലാവിധ വസ്ത്രങ്ങളും ഇവിടെ ലഭ്യമാണ്. ഐതിഹ്യമുറങ്ങുന്ന വണ്ണപ്പുറത്തെ എള്ളേരിപ്പാറ പഞ്ചപാണ്ഡവർ വനവാസകാലത്ത് ഇവിടെ ഒളിച്ചു താമസിച്ചെന്നും അന്ന് എള്ള് കൃഷി ചെയ്യാനായി ഭീമൻ ഏരി അഥവാ തടം മാടിയതാണ് ഈ മലമടക്കുകൾ എന്നും അങ്ങനെയാണ് എള്ളേരിപ്പാറ എന്ന പേര് ലഭിച്ചതെന്നാണ് ഐതിഹ്യം. ഐതിഹ്യമുറങ്ങുന്ന എള്ളേരിപ്പാറ വണ്ണപ്പുറം പഞ്ചായത്തിലെ 9-ാം വാർഡിൽപ്പെടുന്ന ഇവിടം മുൻപ് ഇടുക്കി വനത്തിന്റെ ഭാഗമായ കൊടും വനമായിരുന്നു. ഈ വനത്തിൽ പഞ്ചപാണ്ഡവർ വനവാസകാലത്ത് ഒളിച്ചു താമസിച്ചിരുന്നെന്നും അന്ന് എള്ളു കൃഷി ചെയ്യാനായി ഭീമൻ എരി അഥവാ തടം മാടിയതാണ് ഈ മലമടക്കുകളെന്നും അങ്ങനെയാണ് എള്ളേരിപ്പാറ എന്ന പേര് ലഭിച്ചതെന്നുമെന്നാണ് ഐതിഹ്യം. ആ പാറ എള്ള് മൂടാൻ വേണ്ടി ഏരി മാടി മാതിരി ആണ് ഇരിക്കണേ. അപ്പോൾ അതുകൊണ്ട് എള്ളേരിപ്പാറ എന്നാണ് അറിയപ്പെടുന്നതിന്. അതിനുശേഷം ഞങ്ങളൊക്കെ ഇവിടെ സ്ഥലവാസം തുടങ്ങിയ പിന്നെ മുണ്ടമുടി മുണ്ടമല എന്നാണ് പറഞ്ഞു തുടങ്ങിയത്. ഇപ്പം അതിന് മുണ്ടമലയും ഇല്ല, അപ്പം മുണ്ടമുടിയായി. ഈ മുണ്ടമുടിയുടെ അടിവാരത്തോടെയാണ് അവിടെ കട്ടപ്പനയ്ക്ക് ചേലച്ചോറിന് പോണ വഴി. വണ്ണപ്പുറത്തെ മലമടക്കുകളുടെ ഭംഗി ആസ്വദിക്കുവാൻ വണ്ണപ്പുറം പഞ്ചായത്തിലെ എള്ളേരിപ്പാറ കണ്ടാൽ മതി. ഒരു മല ഒരേ അളവിലുള്ള നിരവധി മടക്കുകളായി കിലോമീറ്ററുകൾ നീണ്ടുകിടക്കുന്നതാണ് കാഴ്ച. ഈ കൂറ്റൻ മല ആനചാടിക്കുത്തിൽ നിന്ന് തുടങ്ങി വണ്ണപ്പുറത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ കോട്ടപ്പാറ മലനിരയിലാണ് ചേരുന്നത്. മഴക്കാലമായാൽ മലമടക്കുകളിലൂടെ ഒഴുകുന്ന നീർച്ചാലുകൾ ആരുടെയും മനം മയക്കും. വണ്ണപ്പുറം പഞ്ചായത്തിലെ 9-ാം വാർഡിലെ ദർഭത്തൊട്ടി മങ്കുഴിക്കാവ് ക്ഷേത്രത്തിന് സമീപം നിന്നാൽ എള്ളേരിപ്പാറയുടെ മനോഹര ദൃശ്യം ആസ്വദിക്കാം. ഇതുകൂടാതെ കാഴ്ചകളുടെ കലവറയായ വണ്ണപ്പുറം പഞ്ചായത്തിലെത്തിയാൽ വിനോദസഞ്ചാരികളുടെ മനം നിറയ്ക്കുന്ന നിരവധി കാഴ്ചകളാണ് ഉള്ളത്. ഇതിൽ ആനചാടിക്കുത്ത്, കോട്ടപ്പാറ, കാറ്റാടിക്കടവ്, മീനുളിയാൻ പാറ, പാഞ്ചാലിക്കുളം, ഏണിത്താഴം, നാക്കയം, പണ്ടാരക്കുത്ത് എന്നിങ്ങനെ നീളും ഈ പട്ടിക. ഇതിനു പുറമെ തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി കാഴ്ചകളാണ് സഞ്ചാരികളെ കാത്തിരിക്കുന്നത്.
തൊടുപുഴയിൽ നിന്നും കരിമണ്ണൂർ തൊമ്മൻകുത്ത് വഴിയും ഞർക്കുറ്റി കോടിക്കുളം പ്ലാന്റേഷൻ കവല വഴിയും മൂവാറ്റുപുഴ ഭാഗത്ത് നിന്നും പൈങ്ങോട്ടൂർ വണ്ണപ്പുറം പ്ലാന്റേഷൻ കവലയിൽ നിന്നും തിരിഞ്ഞും ഇവിടെ എത്തിച്ചേരാം. മികച്ച താമസ സൗകര്യമുള്ള ഹോം സ്റ്റേകളും റിസോർട്ടുകളും ഇവിടെ ലഭ്യമാണ്. മഞ്ഞക്കുന്നേൽ ക്ലൗഡ്സ് വില്ലേജ് ഫാം റിസോർട്ട്, വൈറ്റ് ഹൗസ് ഹോം റിസോർട്ട്, തൊമ്മൻകുത്ത് എന്നിവ മികച്ച ആംബിയൻസ് ഒരുക്കുന്നവയാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള വനിതാ കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ പട്ടികവർഗ മേഖലയിലെ വനിതകൾക്കായി ശില്പശാല സംഘടിപ്പിച്ചു. വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻ മത്തായി ഉദ്ഘാടനം ചെയ്തു. CPM DYFI സമരാഭാസം കുമാരമംഗലത്ത് വേണ്ടെന്ന് DCC പ്രസിഡന്റ് CP മാത്യു. UDF കുമാരമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വം നടത്തിയ പ്രതിഷേധ പ്രകടനവും യോഗവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേവികുളം, ഉടുമ്പൻചോല താലൂക്കുകളിലെ ആളുകൾക്ക് സർക്കാർ സംവിധാനത്തിലുള്ള ഹൃദയ ചികിത്സയ്ക്കുള്ള സൗകര്യം ഹൈറേഞ്ചിൽ ഇപ്പോഴും അന്യം. വയോധികയുടെ കാലിലൂടെ ബസ് കയറിയിറങ്ങി ഗുരുതരമായി പരിക്കേറ്റു. വണ്ണപ്പുറത്താണ് സംഭവം. നാഗപ്പുഴ വെമ്പിള്ളി ആയുർവേദ ആശുപത്രി കായിക താരങ്ങൾക്കായി ഏർപ്പെടുത്തിയ സ്കോളർഷിപ്പ് വെങ്ങല്ലൂർ സോക്കർ സ്കൂളിലെ 4 കുട്ടികൾക്ക് വിതരണം ചെയ്തു. ഒളിമ്പ്യൻ ഷൈനി വിൽസൺ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.